ഇക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഗവർണറുമായിട്ടുള്ള പോര് അത് വരുന്ന സാഹചര്യത്തെക്കുറിച്ചാണ്. സർക്കാർ എപ്പോഴൊക്കെ പ്രതിരോധത്തിലാകുന്നു അപ്പോൾ ഗവർണറുമായി ഒന്ന് അടിയുണ്ടാക്കും, അതിലേക്ക് ശ്രദ്ധ തിരിച്ചുവിടുന്നു എന്നതാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം. അതായത് ഇതൊരു കള്ളനും പോലീസും കളി പോലെയാണ് പ്രതിപക്ഷം നോക്കിക്കാണുന്നത്. അതാണ് എന്റെ പൊളിറ്റിക്കൽ പോയിന്റ്. അതെ, ഗവർണർ ഈ പ്രശ്നം ഉണ്ടാകുന്ന ഓരോ ഘട്ടവും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. പക്ഷെ ഇനി ആ വാദം എപ്പോഴാണ് നിൽക്കുവോ? അല്ല, അതിന് കാര്യമുണ്ട്, കാര്യമുണ്ട്. സുജയ പറയട്ടെ. എപ്പോഴാണ് ആ പ്രതിഷേധം ഉണ്ടാകുന്നത് എന്നത് കൂടി നോക്കൂ. നയപ്രഖ്യാപനം ഗവർണർ വായിക്കാതെ വിടുമ്പോൾ അന്നത്തെ ദിവസം നടക്കുന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിൽ മുഖ്യമന്ത്രിക്ക് ഒരു പ്രശ്നവുമില്ല, അത് വെറുതെ വിടുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു രീതി വെച്ച് അങ്ങനെയാണോ പ്രതികരിക്കേണ്ടിയിരുന്നത്? ഇ.പി. ജയരാജൻ മാത്രമാണ് പ്രതികരിക്കുന്നത്, ബാക്കിയുള്ളവരെയെല്ലാം നിയന്ത്രിച്ച് നിർത്തുകയാണ്. അപ്പോഴാണ് പി.കെ. കുഞ്ഞാലിക്കുട്ടി ചോദിച്ച ചോദ്യം കേരളത്തിൽ നിന്ന് പല കോണുകളിൽ നിന്നും ഉയരുന്നത്. ഇതെന്താ ഒത്തുതീർപ്പാക്കിയോ? അതുപോലെ തന്നെ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ 136 ഖണ്ഡികകളും എടുത്തു നോക്കൂ. ആകെ 4 പാരഗ്രാഫിൽ മാത്രമേ ഉള്ളൂ കേന്ദ്ര വിമർശനം. അതും ഈ പറയുന്ന കണക്കുകൾ, നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുമ്പോൾ പറയുന്ന ആ കണക്കുകൾ, ആ സ്ഥിതിവിവര കണക്കുകൾ വെച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. നവകേരള സദസ്സിന്റെ ചെലവുകളെക്കുറിച്ചോ അല്ലെങ്കിൽ നവകേരള സദസ്സ് വലിയ നേട്ടമുണ്ടാക്കി പൊതുമണ്ഡലത്തിൽ നിന്ന് ഉയർന്ന പരാതികൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചർച്ചകൾ, അതേക്കുറിച്ചൊക്കെ പറഞ്ഞു പോകുന്നെങ്കിലും പ്രതിപക്ഷം അവിടെയും ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങളുടെ സർക്കാരിന്റെ നയം വ്യക്തമാക്കാനായി നടത്തിയ ഒരു യാത്രയെക്കുറിച്ച് ഇത്രയും പറഞ്ഞാൽ മതിയോ? അതിനൊരു മറുപടിയില്ല. ഗവർണർ ആ നയപ്രഖ്യാപനം മുഴുവനായി വായിക്കുകയാണെങ്കിൽ ആ നയപ്രഖ്യാപനത്തിലെ ഓരോ പോയിന്റും മാധ്യമങ്ങൾ ബ്രേക്കിംഗ് ന്യൂസായി എഴുതി കാണിക്കും, അത് ചർച്ചയാകും. അപ്പോൾ അത് ചർച്ചയായിട്ടില്ല. ആ ഉള്ളടക്കത്തിലേക്ക് ചർച്ച ചെയ്തുവരെ പോയോ? ഇല്ല. ഗവർണർ സഭയിലെത്തിയ 6 മിനിറ്റും ഗവർണർ നയപ്രഖ്യാപനത്തിന്റെ വായിച്ച 136ാമത്തെ ഖണ്ഡികയും മാത്രമാണ് ഇന്ന് വരെ ചർച്ചയായിരിക്കുന്നത്. അല്ലാതെ മറ്റ് ഭാഗങ്ങളെക്കുറിച്ച് എവിടെയെങ്കിലും ചർച്ചയുണ്ടായോ? ഒരിടത്തും ചർച്ചയുണ്ടായിട്ടില്ല. അപ്പോൾ പ്രതിപക്ഷം ചോദിച്ച ആ ചോദ്യം അവിടെ നിലനിൽക്കുകയാണ്. നയപ്രഖ്യാപന പ്രസംഗം നടത്തുന്നു. ഇന്നും എവിടേക്കാണ് ഫോക്കസ് പോകുന്നത്? ഇന്നും ഫോക്കസ് പോകുന്നത് ഗവർണർ അവിടെ ഇരുന്ന ആ കടയുടെ മുന്നിലേക്കാണ്. ആ കടയുടമയുടെ പേരൊക്കെ ഞാൻ നോക്കി. ഫിറോസ് എന്നാണ് ആ കടയുടമയുടെ പേര്. ഫിറോസിന്റെ കടയുടെ മുന്നിൽ പോയി 1.25 മണിക്കൂറോളം സമയമാണ് അവിടെ ഗവർണർ കുത്തിയിരിക്കുന്നത്. അപ്പോൾ വീണ്ടും നയപ്രഖ്യാപന പ്രസംഗത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ നിന്നും വീണ്ടും മാറുകയാണ്. അതിന്റെ ഉള്ളടക്കത്തിനെക്കുറിച്ചുള്ള ചർച്ചയിലേക്ക് ഇന്നും പോകുന്നില്ല. ഇന്ന് ഗവർണർ ആക്ഷൻ ഹീറോയായി മാറുന്ന ആ സീൻ മാത്രമാണ് ചർച്ചയാവുന്നത്. ഈ നിലമേലിലെ കുത്തിയിരിപ്പ് സമരം, അതിന്മേലുള്ള വാദപ്രതിവാദങ്ങൾ, CRPF ഇറക്കിയത്, അങ്ങനെ മറ്റേ വിഷയത്തിൽ നിന്ന് പൂർണ്ണമായും തെന്നിമാറുകയാണ്. മറ്റേ വിഷയങ്ങളിലേക്ക് ഇനി ചർച്ച പോവുകയേയില്ല. ഇനി ചർച്ച പോകാൻ പോകുന്നത് ഗവർണർ നടത്തിയ ഷോ, ഗവർണർ നടത്തിയ കുത്തിയിരിപ്പ് സമരം, SFIക്കാർ സംഭാരം കൊണ്ടുവന്നത്. അപ്പോൾ SFIയെ മുഖ്യമന്ത്രി ഇറക്കി വിടുകയാണോ എന്ന ചോദ്യം അവിടെ ഗവർണർ ഉയർത്തുമ്പോൾ ഈ ചോദ്യം തന്നെയാണ് ഗവർണർ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ SFI ഗവർണർ അല്ലെങ്കിൽ SFI വേഴ്സസ് ചാൻസലർ എന്ന ഒരു പോരാട്ടം ഇവിടെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകേണ്ടത് മറ്റു വിഷയങ്ങളിൽ നിന്നുള്ള ചർച്ച വഴിതിരിച്ചു വിടാൻ പ്രധാനപ്പെട്ടതാണെന്ന് പ്രതിപക്ഷം കരുതുന്നു. ആ പോയിന്റ് അവിടെ വാലിഡായി നിൽക്കുന്നു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. നമുക്ക് രണ്ടാം ഘട്ടത്തിൽ വേണമെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടെങ്കിൽ നമുക്കതിൽ ആർഗ്യൂ ചെയ്യാം. പിന്നെ ഇവിടെ ഈ ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കൈവിട്ട കളിയോ എന്നാണ് ചോദിക്കുന്നത്. കൈവിട്ട കളിയോ എന്ന ചോദ്യത്തിന് ഗവർണറുടേത് മാത്രമാണ് കൈവിട്ട കളിയെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം മുഖ്യമന്ത്രിയും മന്ത്രിമാരും മറ്റ് നേതാക്കളും ഇടതുപക്ഷത്തു നിന്നുള്ള നേതാക്കളും ഒക്കെ ഗവർണറെ ഒരുപാട് അപഹസിക്കുന്നുണ്ട്. അപ്പോൾ മാന്യത വിട്ടുള്ള പെരുമാറ്റം അത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മാന്യത വിട്ടുള്ള പെരുമാറ്റം അല്ലെങ്കിൽ സഭ്യമല്ലാത്ത പദപ്രയോഗങ്ങൾ അതെല്ലാം തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത് സ്റ്റേറ്റിൻ്റെ ഹെഡായിട്ടുള്ള മുഖ്യമന്ത്രിയിൽ നിന്നും ഗവർണറിൽ നിന്നുമാണ്. രണ്ടു കൂട്ടരും അവരവരുടെ പദവികളുടെ ഒരു മഹത്വം മനസ്സിലാക്കാതെയുള്ള പ്രതികരണങ്ങളിലേക്ക് പോകുന്നു. അതും ഒരു വാർത്താ സമ്മേളനം വിളിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറയുന്നു. മറുഭാഗത്ത് മാസ്കറ്റ് ഹോട്ടലിൽ നിന്ന് വന്നിറങ്ങി ഗവർണറും അതേ രീതിയിലുള്ള പദപ്രയോഗങ്ങൾ നടക്കുന്നു. ഇവിടെ ഇപ്പോൾ ഫിറോസിന്റെ കടയുടെ മുന്നിൽ പോയി കുത്തിയിരുന്നു. ആ 1.25 മണിക്കൂർ കുത്തിയിരുന്നതിന് ഫിറോസിന് 1000 രൂപ നഷ്ടപരിഹാരവും കൊടുത്തു. അങ്ങനെയാണ് ഗവർണർ അവിടെ നിന്ന് മടങ്ങുന്നത്. ഗവർണറുടെ ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് കൂടെയുള്ള ഉദ്യോഗസ്ഥർ ഈ 1000 രൂപ അപ്പോൾ തന്നെ കൊടുക്കുകയും ചെയ്തു, അത്രയും നേരം ഇരുന്ന് കച്ചവടം മുടക്കിയതിന്. പക്ഷേ അത്ര സിമ്പിൾ അല്ലല്ലോ അത്. ഒരു ഗവർണർ അദ്ദേഹത്തിന്റെ വാഹനത്തിൽ നിന്നിറങ്ങി നിശ്ചയിച്ച പരിപാടിക്ക് പോകാതെ, പരിപാടിക്ക് വൈകി എത്തിയപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതുകൊണ്ടാണ് എനിക്ക് ആ നിശ്ചയിച്ച പരിപാടിക്ക്, സർക്കാർ പരിപാടിയാണെന്ന് തോന്നുന്നു അല്ലേ, അപ്പോൾ ആ പരിപാടിക്ക് എത്താൻ തനിക്ക് കഴിയാതെ പോയത് ഈ പ്രതിഷേധം കൊണ്ടാണെന്ന് ഗവർണർ പറയുകയാണ്. അവിടെ ഗവർണർക്ക് വാഹനത്തിന് പുറത്തേക്ക് ഇറങ്ങേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? പോലീസ് വേണ്ട രീതിയിൽ ആക്ഷനിലേക്ക് പോകാത്തത് കൊണ്ടാണ്. അതൊരു വസ്തുത തന്നെയാണ്. കാരണം 100 പോലീസുകാരുള്ളപ്പോൾ FIR-ൽ പേരുള്ളത് 17, പിന്നെ 5 പേരറിയാത്ത അൺനോൺ പേഴ്സൺസ് 5+17, അങ്ങനെയാണ് ഗവർണർ പറഞ്ഞത്. അപ്പോൾ 22 പേരെ നിയന്ത്രിക്കാൻ 100 പോലീസുകാർക്ക് കഴിയുന്നില്ലേ? കേരളത്തിലെ പോലീസ് എന്ന് പറയുന്നത് അത്ര മോശമൊന്നുമല്ല. കേരളത്തിലെ പോലീസിന് കൃത്യമായി ഗുഡ് സർവീസ് എൻട്രി അല്ലേ കൊടുത്തത്? നവകേരള സദസ്സിൽ കൃത്യമായി കാര്യങ്ങൾ നിയന്ത്രിച്ചതിന് ആ ഗുഡ് സർവീസ് എന്തുകൊണ്ട് ഗവർണറുടെ ഭാഗത്ത് അല്ലെങ്കിൽ ഗവർണറെ തടയാൻ വരുമ്പോൾ കാണുന്നില്ല? പിന്നെ കരുതൽ തടങ്കൽ, എന്തുകൊണ്ടാണ് കരുതൽ തടങ്കൽ SFIക്കാരുടെ കാര്യത്തിൽ ഉണ്ടാകാത്തത്? KSUവിനെ കരുതൽ തടങ്കലിൽ വെക്കുന്നുണ്ടല്ലോ, യൂത്ത് കോൺഗ്രസിനെ കരുതൽ തടങ്കലിൽ വെക്കുന്നുണ്ടല്ലോ, അതും പുലർച്ചെയൊക്കെയാണ്. നവകേരള സദസ്സിനിടയിൽ നമ്മൾ കണ്ടതാണല്ലോ ആദ്യന്തം ഉണ്ടായിരുന്ന കരുതൽ തടങ്കൽ. ഇവിടെ എന്താ SFIക്ക് കരുതൽ തടങ്കൽ വേണ്ടേ? SFIക്കാർ ഈ കരിങ്കൊടി പ്രതിഷേധം കാണിക്കുമെന്ന് അവർ പ്രഖ്യാപിച്ചതാണല്ലോ.
കരിങ്കൊടിയുമായി ഗവർണറുടെ വാഹനത്തിൽ പോയി തട്ടി എന്നത് വ്യക്തമായതാണല്ലോ തിരുവനന്തപുരത്ത്. അതിനുശേഷവും തുടർച്ചയായി ഈ പ്രതിഷേധം ഉണ്ടാകുന്നത് കണ്ടിട്ടും അവരെ കരുതൽ തടങ്കലിൽ വെക്കുന്നില്ല. പോയിന്റ് നമ്പർ 1. രണ്ടാമത്തേത്, ഈ SFIക്കാർ അവിടെ വന്ന് ഈ കരിങ്കൊടി കാണിച്ച് അവർക്ക് സുഗമമായി, അതായത് കരിങ്കൊടി കാണിക്കാൻ ഉദ്ദേശിച്ചവർക്ക് കരിങ്കൊടി കാണിച്ച് തീർക്കുന്നത് വരെയുള്ള ഒരു സാവകാശം കിട്ടുന്നുണ്ട്. അത് ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്. തിരുവനന്തപുരത്തും വ്യക്തമാണ്, നിലമേലിലും വ്യക്തമാണ്. മാത്രമല്ല ഗവർണർ ഇന്ന് ചോദിക്കുന്നുണ്ടല്ലോ, ഞാൻ എപ്പോഴാണ് പുറത്തേക്ക് ഇറങ്ങിയത്? കേരള പോലീസ് മികച്ച സേനയാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഞാൻ എപ്പോഴാണ് പുറത്തിറങ്ങിയത്? ആദ്യത്തെ സ്ഥലത്തല്ല, പാലക്കാട്ട് പറഞ്ഞല്ലോ. അവിടെ എന്താണ് സംഭവിച്ചത്? പാലക്കാട്ട് കരിങ്കൊടിയുമായി വന്നതിന് ശേഷം എന്താണ് സംഭവിച്ചത്? പാലക്കാട്ട് ഈ പറയുന്ന കരിങ്കൊടി പ്രതിഷേധക്കാരെ തടയാനുള്ള എന്ത് നടപടിയാണ് ഉണ്ടായത്? മുഖ്യമന്ത്രിയുടെ യാത്രയിൽ പോലീസ് എടുത്ത നടപടി ഇതാണോ? ഗുഡ് സർവീസ് എൻട്രി കിട്ടിയ പോലീസുകാരടക്കമുള്ളവർ സ്വീകരിച്ച നയവും സമീപനവും എന്തായിരുന്നു? പിന്നെ ഈ പറയുന്ന വോളണ്ടിയർമാരായി വന്ന ഡിവൈഎഫ്ഐക്കാരുടെ നിലപാട് എന്തായിരുന്നു? പൂച്ചട്ടി രക്ഷാപ്രവർത്തനം എന്തായിരുന്നു? അത് ജീവൻ രക്ഷാപ്രവർത്തനമായിരുന്നു എന്നുള്ള പറഞ്ഞതൊക്കെ ന്യായീകരിക്കുന്നതൊക്കെ നമ്മൾ ഒരു ഭാഗത്ത് മുഖ്യമന്ത്രിയെ കണ്ടതാണ്. ഇവിടെ രക്ഷാപ്രവർത്തനമൊന്നും നടത്താൻ ഡിവൈഎഫ്ഐക്കാർ വരണ്ട, ഗവർണർക്ക് വേണ്ടി രക്ഷാപ്രവർത്തനം നടത്താൻ ഡിവൈഎഫ്ഐക്കാർ വരണ്ട. പക്ഷേ നിൽക്കുന്ന 100ഓളം പോലീസുകാർക്ക് കൃത്യമായ നിർദ്ദേശം കൊടുക്കാമല്ലോ. കരിങ്കൊടി പ്രതിഷേധത്തിനായി ഇന്ന സ്ഥലങ്ങളിൽ ആളുകൾ നിലയുറപ്പിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള രഹസ്യാന്വേഷണ റിപ്പോർട്ടോ അല്ലെങ്കിൽ മറ്റ് റിപ്പോർട്ടുകളോ ഒന്നും കിട്ടാതിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇവിടെ കൈവിട്ട കളി കളിക്കുന്നത് ഗവർണർ മാത്രമല്ല എന്നത് വ്യക്തമാണ്. പിന്നെ CRPF വന്നതിനെക്കുറിച്ച്, ഗവർണറുടെ സുരക്ഷ CRPFന് കൈമാറിയതിൽ ഗവർണർ പറയുന്നു ഞാൻ ആവശ്യപ്പെട്ടിട്ടല്ല എന്ന്. ഇന്ന് രാജ്ഭവന്റെ ഭാഗത്തു നിന്നുള്ള ഔദ്യോഗിക വിശദീകരണം ഇന്ന് എക്സിൽ ഒരു പോസ്റ്റായി വന്നിട്ടുണ്ട്. യൂണിയൻ ഹോം മിനിസ്ട്രി ഹാസ് ഇൻഫോംഡ് കേരള രാജ്ഭവൻ ദാറ്റ് Z+ സെക്യൂരിറ്റി കവർ ഓഫ് CRPF ഈസ് ബീങ് എക്സ്റ്റെൻഡഡ് ടു ഓണറബിൾ ഗവർണർ ആൻഡ് കേരള രാജ്ഭവൻ. അതായത് ആ സംഭവം ഉണ്ടായി, നിലമേൽ സംഭവം ഉണ്ടായി, അത് പൊടുന്നനെ സംഭവിച്ചതാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല. നേരത്തെയും ഗവർണറെ തടഞ്ഞതും അതുപോലെ തന്നെ ഗവർണർ ആവശ്യപ്പെട്ട FIRൽ കൂടുതൽ വകുപ്പുകൾ തിരുവനന്തപുരം സംഭവത്തിൽ കൂട്ടിച്ചേർത്തതുമൊക്കെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും അറിയാത്ത കാര്യമൊന്നുമല്ല. കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുന്നുമുണ്ടാകണം. കാരണം ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണറാണ്. അപ്പോൾ ആ പദവിക്ക്, ആ പ്രവർത്തനത്തിന് അദ്ദേഹത്തിന് കഴിയാത്ത ഒരു സാഹചര്യമുണ്ടെങ്കിൽ ഇടപെടാനുള്ള പ്രൊവിഷൻ അവിടെ ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ചീഫ് സെക്രട്ടറിയോട് വിശദീകരണവും ചോദിച്ചിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത്? ഗവർണറെ തടയാൻ SFIക്കാർ വന്നപ്പോൾ സുരക്ഷയൊരുക്കുന്നതിൽ വീഴ്ചയുണ്ടായോ എന്നതിലടക്കം വിശദീകരണം കൊടുത്തേ പറ്റുള്ളൂ. അത് ആ രീതിയിൽ കൊടുക്കാൻ നിർബന്ധിതമാകുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായത് കൃത്യമായി കരുതൽ തടങ്കൽ അടക്കമുള്ള കാര്യങ്ങൾ അറിയാം, മറ്റിടങ്ങളിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ KSUവിനെയും യൂത്ത് കോൺഗ്രസിനെയും കരിങ്കൊടി കാണിക്കാൻ സമ്മതിക്കില്ല. SFI ആണെങ്കിൽ കരിങ്കൊടി കാണിച്ച് പൂർത്തിയാക്കുന്നത് വരെ, ഞാൻ ആ വാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്, കരിങ്കൊടി കാണിച്ച് പൂർത്തിയാക്കുന്നത് വരെ പോലീസ് അനങ്ങില്ല. അതാണ് ഇരട്ട നീതി എന്ന് പറഞ്ഞ് ചോദ്യം ചെയ്യപ്പെടുന്നത്. അങ്ങനെ ഒരു ഇരട്ട നീതി ഉണ്ടെങ്കിൽ അതൊരു കൈവിട്ട കളി തന്നെയാണ്, അത് നിയന്ത്രിക്കപ്പെടേണ്ടത് തന്നെയാണ്. അക്കാര്യത്തിൽ ഗവർണർക്ക് അസ്വാസ്ഥ്യമുണ്ടെങ്കിൽ ചികിത്സ തേടാം, അല്ലെങ്കിൽ ഏത് രോഗമാണെന്നുള്ളതിന് പരിഹാരം കാണാം എന്നൊക്കെ പറഞ്ഞ് ഗവർണറെ പറയുന്നതിനൊപ്പം തന്നെ ആ പറഞ്ഞയാളും അത് പരിശോധിക്കേണ്ട കാര്യം ഇവിടെ ഉണ്ട് എന്നാണ് തോന്നുന്നത്. കാരണം പരസ്പരം അപഹസിച്ചൊന്നുമല്ല, കൃത്യമായ നടപടിയെടുക്കാനായിട്ടാണ് മുഖ്യമന്ത്രി തയ്യാറാകേണ്ടത് എന്നുള്ളതാണ് ഇതിൽ ആദ്യഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്. Meet the editors.